السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഉസ്താദന്മാർ ബന്ധപ്പെട്ടവരൊക്കെ നമ്മോട് വിട പറഞ്ഞു പോയാൽ അവർക്ക് വേണ്ടി നാം ധാരാളം നന്മകൾ ചെയ്യണം. കാരണം നമ്മെ നാമായി മാറാൻ അവരതിന് മാത്രം കഠിനാധ്വാനം ചെയ്തവരാണ്. നമുക്ക് വേണ്ടി ഊണും ഉറക്കവും അവരുടെ സുഖവും സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ സുഖത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യുകയും നമുക്ക് വേണ്ടി മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ഒക്കെ ചെയ്തവരാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ അവരോട് തീർത്താൽ തീരാത്ത കടപ്പാട്, ബാധ്യതകൾ നമുക്കുണ്ട്. അതവരുടെ വഫാത്തിന് ശേഷം ഒരിക്കലും നിന്നു പോകാൻ പാടില്ല. നമ്മളാൽ കഴിയുന്ന നന്മകൾ, ദാനധർമ്മങ്ങൾ, ഖുർആൻ പാരായണം, സദഖകൾ തുടങ്ങി എന്തെല്ലാം ഖൈറാത്തുകൾ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം അവർക്ക് വേണ്ടി ചെയ്ത് അവരുടെ പൊരുത്തം, അവരുടെ സന്തോഷം നേടിയെടുക്കുന്ന മക്കളായി നാം മാറേണ്ടതായിട്ടുണ്ട്. മഹാനായ ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്ന ഉമ്മി മാതത്ത്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഞങ്ങളോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്, അവിടുന്ന് വഫാത്തായി പോയിട്ടുണ്ട്. അഫ അതസദ്ദഖു അൻഹാ, ആ ഉമ്മയുടെ പേരിൽ ഞാൻ ധർമ്മം ചെയ്തു കൊള്ളട്ടെയോ? ഉമ്മക്ക് പാരത്രിക ലോകത്ത് ഖബറിൽ സന്തോഷം ലഭിക്കുന്ന ഏറ്റവും ഹൈറായ അമല് ഞാൻ ഉമ്മക്ക് വേണ്ടി ചെയ്തു കൊള്ളട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നഅം, അതെ ചെയ്തുകൊള്ളൂ, ഉമ്മക്ക് വേണ്ടി നിങ്ങൾ ധർമ്മം ചെയ്തുകൊള്ളൂ. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്, അയ്യ സദഖതി അഫ്ളലു, നബിയെ, സദഖയുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ, ഏറ്റവും ഹൈറായ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖ, ധർമ്മം, അതേതാണ് നബിയെ? അത് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി എനിക്ക് ചെയ്യണം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന, ഉമ്മാൻ്റെ ഖബറിൽ വലിയ സന്തോഷം ലഭിക്കുന്ന, ഉമ്മാക്ക് പാരത്രിക ലോകത്ത് വലിയ ഗുണം കിട്ടുന്ന സദഖ അതേതാണ് നബിയെ? അവിടെ നിന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, സഖിയുൽ മാ, നീ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുക, വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുക. വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നൊരു സാഹചര്യമായിരിക്കാം ആ സമയം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വെള്ളം കിട്ടിയാൽ ഏറ്റവും വലിയ ഉപകാരം കിട്ടുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയും, നിങ്ങൾ വെള്ളം കൊടുക്കുക. ജനങ്ങൾക്ക് കുപ്പിവെള്ളമായിട്ടാണെങ്കിലും, കിണർ കുഴിച്ചു കൊടുക്കുകയാണെങ്കിലും, ആർക്കെങ്കിലും ഭക്ഷണമോ വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിലും അതെല്ലാം ഇതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമായ സ്ഥലങ്ങളിൽ ആവശ്യമായ രൂപത്തിലുള്ള ദാനധർമ്മങ്ങൾ, സദഖകൾ, ഇതാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ നാടുകളിൽ ഭക്ഷണത്തിന് ആവശ്യമുള്ള സമയമാണ്, സന്ദർഭമാണെങ്കിൽ അത് നൽകണം. വസ്ത്രത്തിന് ആവശ്യമുള്ളവർക്ക് അത് നൽകുക. വെള്ളത്തിനാണ് ആവശ്യമുള്ളതെങ്കിൽ അത് നൽകുക. ഏറ്റവും കൂടുതൽ ആവശ്യമായതെന്താണോ അത് നൽകിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയവരുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന അമലുകൾ നാം തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിന്നൊക്കെ മൺമറഞ്ഞു പോയി നമ്മളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. ഖബറിൽ അല്ലാഹു വലിയ സന്തോഷം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.